ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത്. അപ്പം അത്യാവശ്യം തിരക്കുള്ള ഒരു ശനിയാഴ്ച ആയിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഹൈപ്പും സബും ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇന്ന് പൊതുവേ തിരക്കുള്ളൊരു ശനിയാഴ്ചയായിരുന്നു കേട്ടോ. അപ്പോൾ ശനിയാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ രാവിലെ വിനുക്കുട്ടന് ട്യൂഷന് പോകാനുണ്ട്. 7:30 തന്നെ അവന് പോകണം. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ എഴുന്നേറ്റു കേട്ടോ. 7 മണിയാകുമ്പോഴേക്ക് ഭക്ഷണമൊക്കെ ആവണമല്ലോ, രാവിലത്തെ ഭക്ഷണമൊക്കെ ആവണമല്ലോ. പുട്ടും ഇഷ്ടമാണ് കേട്ടോ ഇന്നുണ്ടാക്കി. അപ്പോൾ അതിനനുസരിച്ച് രാവിലെ എഴുന്നേറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ അവനെ പറഞ്ഞയച്ചു. അതിന് ശേഷമാണ് ഞാൻ എൻ്റെ കുളിക്കാൻ ഒക്കെ പോയത് കേട്ടോ. ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാനും ഭക്ഷണം കഴിക്കുകയാണ്. ഞാനും മോഹനേട്ടനും കഴിച്ചു. അതിന് ശേഷം ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. അത് ഞാൻ അവിടേക്കൊന്ന് തുടച്ച് വൃത്തിയാക്കുകയാണ് കേട്ടോ നിങ്ങളെ കാണുന്നത്. അപ്പോൾ ഒക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഉച്ചത്തേക്കുള്ള ചോറും കറികളും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മോഹനേട്ടൻ പുറത്ത് ഇന്ന് കുറച്ച് പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് ഈ ചെടികളൊക്കെ വളർന്ന് വല്ലാതെ ആയി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടുന്നുണ്ട്. അപ്പോൾ മോഹനേട്ടനെ പോയിട്ട് കുറച്ച് സഹായിക്കണം. അപ്പോൾ അടുക്കളയിലൊക്കെ ഒന്ന് ഒതുക്കി കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാമല്ലോ, ഭക്ഷണത്തിൻ്റെ അല്ലാതെ കാര്യങ്ങളൊക്കെ. അപ്പോൾ മോഹനേട്ടൻ കണ്ടോ മേലേന്ന് ആ ചെടികളൊക്കെ വെട്ടിയിടുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ചെടിയും കാര്യങ്ങളൊക്കെ വാരി തെങ്ങിൻ്റെ ചോട്ടിലേക്ക് കൊണ്ടിടുകയാണ് കേട്ടോ. തെങ്ങ് തുറന്നതാണല്ലോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നതൊക്കെ വെട്ടി അവിടെയൊക്കെ വൃത്തിയാക്കണം കേട്ടോ. പിന്നെ അതിനുശേഷം ഞാൻ അങ്ങനെ കുറേ വാരി കൊണ്ട് കളഞ്ഞു. അതിനുശേഷം കിട്ടാത്തതൊക്കെ ചെറിയൊരു ചൂലെടുത്ത് വന്ന് അടിച്ചു വാരിയിട്ട് അതൊക്കെ കൂടെ വാരി കളയാണ് കേട്ടോ. അപ്പോൾ എല്ലാം വാരി വൃത്തിയാക്കണം കേട്ടോ. അപ്പോൾ മോനേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കഴിഞ്ഞിട്ടില്ല. ആകെ എന്താ പറയുക, മഴ പെയ്താൽ തന്നെ ആകെ ഒരു വൃത്തികേടാണല്ലോ, മുറ്റവും അതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു വൃത്തിയില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് മോഹനേട്ടൻ ഇനിയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ചോറ് അരി അടുപ്പത്തിട്ടിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എന്ത് ചെയ്യാണ്, മോനോട് പറഞ്ഞു നീ അത് ചെയ്തോ, അപ്പോഴേക്കും ഞാൻ ആവശ്യമാകുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വന്നിട്ട് വേഗം അരിക്ക് വെള്ളമൊക്കെ വെക്കുകയാണ് കേട്ടോ. അടുപ്പിലാണ് അരി വെക്കുന്നത് കേട്ടോ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് അടുപ്പിൽ വെക്കണോ ഗ്യാസിൽ വെക്കണോ എന്നുള്ള തീരുമാനം ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആ സമയത്ത്. കാരണം പണി സമയത്തിനനുസരിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ വേഗം അരിയൊക്കെ കഴുകി അടുപ്പത്തിട്ടാണ്. വേഗം വേവുന്ന അരിയാണ് കേട്ടോ. അപ്പം ഒരു അരമണിക്കൂർ കൊണ്ട് വേവും. അങ്ങനെ വെച്ചാൽ പൊന്നി അരിയാണ്, അപ്പോൾ വേഗം വേവുമല്ലോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്യണം, അരി കഴുകി അടുപ്പത്തിട്ടു. പിന്നെ കുക്കറിൽ ഞാൻ നേരത്തെ പരിപ്പ് പുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു കഷ്ണം മത്തൻ ഉണ്ടായിരുന്നു. അപ്പം മത്തനും പരിപ്പും കൂടെ വെക്കാൻ വിചാരിച്ചു. ആദ്യം ഞാൻ വിചാരിച്ച് കറമൂസ, അതായത് പപ്പായ ഒടിച്ചിട്ട് പപ്പായയും പരിപ്പും വെക്കാമെന്ന്. അപ്പം ഒരു മത്തൻ്റെ ഒരു ചെറിയൊരു കഷ്ണം ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതന്നെ വെറുതെ നശിപ്പിച്ച് കളയണ്ടല്ലോ, അപ്പോൾ അതന്നെ എടുക്കാതാണ്ടല്ലോ. ഈ ഒരു കഷ്ണം മത്തനേ ഉള്ളൂ, അതുകൊണ്ട് ഇന്ന് പരിപ്പും മത്തനും കൂടെ ഒരു കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മത്തനൊക്കെ തോലൊക്കെ കളഞ്ഞ് അതിൻ്റെ ഇതൊക്കെ കളഞ്ഞിട്ട് ഇതാക്കണം. പിന്നെ ഒരു കാബേജ് കൊണ്ട് ഒരു ഉപ്പേരിയും വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാബേജും അതൊക്കെ ഒന്ന് കഴുകി ഒക്കെ നുറുക്കിയെടുക്കുകയാണ് കേട്ടോ. മത്തനാണ് ഒരു കഷ്ണേ ഉള്ളൂ, അത്രേ വേണ്ടു, ഒരു നേരത്തേക്ക് മാത്രമല്ലേ വെക്കുന്നത്. അപ്പോൾ അതുപോലെ ഉപ്പേരിക്കും അതിൽ ഒരു ചെറിയൊരു കഷ്ണം എടുത്തിട്ട് ഉപ്പേരി വെച്ചു. ഉള്ളിയും പച്ചമുളകും ഇതൊക്കെ കൂടെ ഇട്ടിട്ടാണ് കേട്ടോ ഉപ്പേരി വെക്കാൻ വിചാരിച്ചത്. അപ്പോൾ അതൊക്കെ നല്ലോണം അരിഞ്ഞ് വെക്കുകയാണേ. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ മോനേട്ടനുണ്ട് അവിടെയൊക്കെ വൃത്തിയാക്കുന്നു കേട്ടോ. ആ ഭാഗമൊക്കെ കൊത്തി കണ്ടില്ല, ഇവിടെയൊക്കെ നല്ല വൃത്തിയായി. ഇതെനിക്കുള്ള കഞ്ഞിയാണ് കേട്ടോ. കിനോവയും ചെറുപയറും കൂടെ ഇട്ടിട്ടുള്ള കഞ്ഞി. ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ. രാവിലെ മുത്താറിപ്പുട്ടാണല്ലോ കഴിച്ചത്, പിന്നെ വൈകുന്നേരം അതന്നെ മതി. അതുപോലെ ഉച്ചയ്ക്ക് ഈ കിനോവയും ചെറുപയറും ഇട്ടിട്ട് കഞ്ഞി വയ്ക്കുക, അതന്നെയാണ് കേട്ടോ രാത്രിക്കുള്ളതും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, മത്തനും എന്ത് ചെയ്താണ് കുക്കറിലിടാണ്. സമയമില്ല എന്ന് കണ്ടപ്പോൾ അടുപ്പിൽ വെക്കണ്ട, ഇങ്ങനെ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുക്കറിൽ എന്ത് ചെയ്തു, ഒരു വിസിൽ വരുത്താണ് കേട്ടോ. പിന്നെ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് മഴയായത് കാരണം മുറ്റടിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ കണ്ടില്ലേ ഈ കിണറിൻ്റെ അവിടെയൊക്കെ കാണുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് അറപ്പോ, നിങ്ങളെ കാണിക്കാൻ തന്നെ എനിക്ക് മടിയാണ് കേട്ടോ. കാരണം ഇനിയിപ്പോൾ ഇതൊക്കെ എന്തെങ്കിലും ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ടിട്ട് ശരിയാക്കണം. ഈ മഴ വന്നാൽ അങ്ങനെയാണല്ലോ, ഒരു വഴുക്കൽ കെട്ടലാണ് കേട്ടോ. പിന്നെ ആ ഭാഗത്തുള്ള പുല്ലും കാര്യങ്ങളൊക്കെ കുറേ പറിച്ചു കേട്ടോ. ഞാൻ മാത്രമല്ല, അപ്പുറത്ത് കൂടെ മോഹനേട്ടനും അടിക്കുന്നുണ്ട് കേട്ടോ. രണ്ടാളും കൂടെ ഓരോന്നായിട്ട് ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് ചെയ്യുകയാണ് കേട്ടോ. പിന്നെ അവിടെയുള്ള എല്ലാ പുല്ലും ഒക്കെ പറിച്ചടിച്ചു വാരിയിട്ട് കണ്ടില്ലേ, ഏകദേശമൊക്കെ ഒന്ന് വൃത്തിയായി കേട്ടോ. അപ്പോൾ അങ്ങനെ മുറ്റമൊക്കെ അടിച്ചു വാരി വന്നിട്ട് ശേഷം അപ്പോഴേക്കും എന്ത് ചെയ്യുന്നുണ്ട്, കുക്കറിൽ ഒരു വിസിലാക്കിയിട്ട് പോയതാണല്ലോ മത്തൻ, അത് പിന്നെ ഞാൻ ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് കറിയാക്കാൻ പോവുകയാണ് കേട്ടോ. തേങ്ങ അതിൻ്റെ ഇടയിൽ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തേങ്ങയും
ജീരകവും കൂടെ അരച്ചത് അതും കൂടെ അതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ. പിന്നെ കരുവേപ്പില കിട്ടിയിട്ടോ എനിക്ക്. ഞാൻ പറഞ്ഞില്ലേ കരുവേപ്പില ഉണ്ടായിരുന്നില്ല കുറേ ദിവസമായിട്ട്. അപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് അവൾ കുറേ കരുവേപ്പില തന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കരുവേപ്പിലയൊക്കെ ഇട്ട് നല്ല ലാവിഷായിട്ടാണ് കൂട്ടാൻ വെക്കുന്നത്. കരുവേപ്പില ഇട്ടാൽ കറികൾക്കൊക്കെ നല്ലൊരു ടേസ്റ്റാണല്ലോ. അപ്പോഴേക്കും നമ്മൾ അരിയൊക്കെ നല്ലോണം എന്ത് ചെയ്യുന്നുണ്ട് വെന്ത് വന്നു കേട്ടോ. കുറച്ച് വേവ് അധികമായി, ഇടയ്ക്ക് ശ്രദ്ധ മാറിപ്പോയി, മുറ്റടിക്കാനൊക്കെ പോയല്ലോ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, അപ്പോഴേക്ക് അരി വാർത്ത് വെച്ചു. വാർത്ത് വന്നപ്പോഴേക്ക് കൂട്ടാനും ഒക്കെ നല്ലോണം തിളച്ചൊക്കെ വന്നപ്പോൾ അതിൽ കൂട്ടാൻ വറവൊന്നും ഇടുന്നില്ല, വെറുതെ വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ കാബേജ് കൊണ്ട് ഉപ്പേരി വെക്കല്ലേ, അപ്പം അതിന് വേണ്ടിയിട്ട് കടുകും ഒക്കെ ഇട്ടിട്ട് ഒന്ന് കടുകൊക്കെ വറുത്തിട്ട് ഉപ്പേരി വെക്കണം കേട്ടോ. ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ടാണ് കാബേജ് ഉപ്പേരി വെക്കുന്നത്. പിന്നെ കുറച്ച് തേങ്ങ ഇടുന്നേ ഉള്ളൂ, ചതച്ചിടുന്നൊന്നുമില്ല കേട്ടോ. പിന്നെ ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉപ്പേരി അവിടെ നിന്ന് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മോഹനേട്ടൻ ഒരു ചായ വെച്ച് കൊടുക്കണം, എനിക്കൊരു ഗ്രീൻ ടീ കുടിക്കണം. പിന്നെ എന്തെങ്കിലും ഒരു ഇതല്ലേ, അപ്പം ചായ വെക്കാൻ വേണ്ടിയിട്ട് പാല് നോക്കിയപ്പോൾ പാല് കേട് വന്നു. ആദ്യത്തെ പ്രാവശ്യം അങ്ങനെ ആക്കിയിട്ട് പാല് കേട് വന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ എനിക്കുള്ള ഗ്രീൻ ടീക്കുള്ള വെള്ളം ഇതാക്കി വെച്ച്, പിന്നെ മോഹനേട്ടന് ഞാൻ കട്ടൻ ചായയാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത്. എന്ത് ചെയ്യാനാ, പാല് കേട് വന്നു പോയില്ലേ. പിന്നെ ഞാനൊരു കട്ടൻ ചായ മോഹനേട്ടന് കൊടുത്തു കേട്ടോ. കാരണം ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പം അങ്ങനെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും അതൊക്കെ കുടിച്ചു. അതിനുശേഷം ഞാൻ വന്നിട്ട് അടുപ്പൊക്കെ അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി കേട്ടോ. പിന്നെ ചോറൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെ പാത്രം കഴുകാൻ മടിച്ചിട്ടാട്ടോ, ഒരുപാട് പാത്രം എടുക്കേണ്ട വെച്ചിട്ട് ആ കുക്കറിൽ തന്നെയാണ് കേട്ടോ ഞാൻ എന്ത് ചെയ്യുന്നത്, അരി വാർക്കുന്നത്. ഇങ്ങനെ കുറേ പാത്രം കഴുകണ്ടേ, അപ്പോൾ ഏതായാലും കഴുകാനുള്ള പാത്രത്തിൽ തന്നെ അരി വാർത്ത്. പിന്നെ കഞ്ഞിവെള്ളമൊന്നും പണ്ടത്തെ പോലെ ആരും കുടിക്കുകയൊന്നുമില്ലല്ലോ ഇപ്പോൾ, അപ്പം ഞാൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് വിചാരിച്ചു. പിന്നെ പപ്പടം കാച്ചി വെക്കണം, ഉപ്പേരി അവിടെ റെഡിയായി. അപ്പം പപ്പടം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് നോക്കുന്നുണ്ട്, അവിടെ ഒരു ചേരേനെ കാണുന്നുണ്ട്. അത്ര നേരം മോഹനേട്ടൻ അവിടെ ആ പറമ്പിൽ ചാണകം ഇട്ടിട്ടും, ചാണകം ഇട്ടുക എന്ന് വെച്ചാൽ ചാണകം അവിടെയൊക്കെ ചാക്കിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചാണകമൊക്കെ അവിടെ വളമൊക്കെ തെങ്ങിൻ്റെ ചോട്ടിലിടുകയും പിന്നെ വാഴേൻ്റെ കണ വെട്ടിയിടുക, അങ്ങനെ കുറേ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ അത് അവിടെ പിന്നെ ഒരു ചേരേനെ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ നോക്കണം കേട്ടോ. പിന്നെ അതുവരെയുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് ഞാൻ അവിടെയൊക്കെ എന്ത് ചെയ്തു, തുടച്ചിട്ടു കേട്ടോ. അടുക്കള അവിടെയൊക്കെ വൃത്തിയാക്കി. പിന്നെ അലക്കാനുണ്ടായിരുന്നു, അത്യാവശ്യം അലക്കാനുണ്ട്. അപ്പോൾ അലക്കാനുള്ളതൊക്കെ ഞാൻ കല്ലിൻ്റെ മുകളിൽ വെച്ചിട്ട് അലക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി കേട്ടോ. പിന്നെ കുറച്ചുള്ള വലുതൊക്കെ ഞാൻ മിഷനിലാണ് അലക്കുന്നത്, പാൻസും അങ്ങനത്തെയൊക്കെ മിഷനിൽ അലക്കും. അല്ലാതെ ഉണ്ടായിരുന്നു എൻ്റെ ചുരിദാറുകളും കാര്യങ്ങളൊക്കെ നല്ലതൊക്കെ, അതൊക്കെ ഇപ്പോൾ മിഷനിലിട്ടാൽ ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം എന്ത് ചെയ്യാണ്, കുറേ കല്ലിൽ മുകളിൽ അലക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്ന് വെയിലും ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല വെയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രശ്നമേ അല്ല. അത് കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞാലും ഉണ്ട്. അപ്പോൾ അലക്കിയിടത്തോളമൊക്കെ എന്ത് ചെയ്യാണ്, ഞാൻ പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ ഇത് പറയണ്ടല്ലോ, നിങ്ങൾ കാണുന്നില്ലല്ലേ, ഞാനിങ്ങനെ അലക്കുന്നതും പിഴിയുന്നതും ഒക്കെ നിങ്ങൾ കാണുന്നുണ്ട്. എന്നാലും ഞാനിങ്ങനെ വോയിസ് തന്നുകൊണ്ടേയിരിക്കുന്നു. കല്ലിൽ അലക്കി ആ ഒരു വൃത്തി വേറെ തന്നെയാണ് കേട്ടോ. മിഷനിൽ അലക്കുന്നതിനെക്കാട്ടും നല്ല വൃത്തിയാവുക കല്ലിൽ അലക്കുക. ഇങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ നല്ലോണം ഒലുമ്പി പിഴിഞ്ഞെടുത്താൽ നല്ല വൃത്തി. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, അത് ഉണക്കൽ നമ്മുടെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടാട്ടോ ഉണക്കുക. കാരണം എന്താ പറയുക, അത് കൈകൊണ്ട് പിഴിഞ്ഞിട്ടാൽ ഉണങ്ങിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം മഴയൊക്കെ ആണെങ്കിലേ ഇപ്പം ഇന്നത്തെ വെയിൽ നോക്കേണ്ട ആവശ്യമില്ല, ഇനിയും ഉണ്ട് കേട്ടോ. അതിൽ ഇനിയും ഉണ്ട് ഉണക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യത്തെ ഒരു സെറ്റ് ഉണക്കാനിട്ട ശേഷം ഞാൻ എന്ത് ചെയ്തു, തുടയ്ക്കാൻ വന്നു കേട്ടോ. അടിച്ചു വാരിത്തരൽ മോനേട്ടൻ ചെയ്തു, കാരണം എല്ലാം കൂടെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെ ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറി മേലൊക്കെ ഒന്ന് കഴുകി അങ്ങനെ വന്ന് അലക്കാനിട്ടതൊക്കെ ഞാൻ എന്ത് ചെയ്യണമൊക്കെ എടുത്ത് ഒക്കെ മേലെ കൊണ്ടുപോയി ആറിയിട്ടു കേട്ടോ. അപ്പോഴേക്കും 1 മണിയായി. 1 മണി കറക്റ്റ് 1 മണിക്ക് വിനുക്കുട്ടൻ വന്നപ്പോൾ ഊണ് കഴിക്കാൻ വിളിച്ചിട്ട് വരികയല്ല, എന്തോ 5 രൂപയ്ക്ക് എന്തോ ഒരു ഓക്കെ ബിരിയാണിയോ അങ്ങനെ എന്തോ വാങ്ങിക്കൊണ്ടുവന്ന് കഴിക്കുക. പിന്നെ ഞാൻ അവന് ചോറ് കൊടുക്കുകയാണ് കേട്ടോ. അവന് മോഹനേട്ടനും ചോറ് കൊടുക്കുകയാണ്. മോഹനേട്ടൻ മാങ്ങ ചെത്തുന്നുണ്ട്, പഴുത്ത മാങ്ങ. അപ്പോൾ അവൻ അതാണ് കാണിക്കുന്നത്. അങ്ങനെ ചോറും കൂട്ടാനും ഉപ്പേരിയും പപ്പടമൊക്കെ കൊടുത്തു. എനിക്ക് എൻ്റെ കിനോവ കഞ്ഞി ഞാൻ കുടിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു തിരക്ക് പിടിച്ച ദിവസം, രാവിലെ 5 മണിക്ക് തുടങ്ങിയതാണ്. 5 മണിക്ക് തുടങ്ങി ഏകദേശം 1 മണി വരെ നിർത്താതെ ജോലി ചെയ്ത് ഒരു 1-1:15 ഞാൻ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. എല്ലാവരും അതുപോലെ സബ്ബും ചെയ്യണം, ഹൈപ്പ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം ഒക്കെ പറയുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് വളരെ പ്രധാനമാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റ, സി യു.